കോഴിക്കോട് നഗരത്തിന്റെ തിരക്കേറിയ മിഠായി തെരുവിലെ ശബ്ദ കോലാഹലങ്ങൾക്കും മായ കാഴ്ചകൾക്കുമപ്പുറം സൈബർ പാർക്കിലെ കണ്ണാടി ചുമരുകൾക്കുള്ളിൽ ഒരു വലിയ സാമ്രാജ്യം പടുത്തുയർത്തുകയായിരുന്നു ഹരിദാസ് എന്ന 32-കാരൻ. വിയർപ്പും കണ്ണീരും നിശ്ചയദാർഢ്യവും കൊണ്ട് അവൻ കെട്ടിപ്പടുത്ത ഹരിടെക് എന്ന സ്ഥാപനം ഇന്ന് കേരളത്തിലെ തന്നെ മുൻനിര IT കമ്പനികളിൽ ഒന്നാണ്. സാധാരണക്കാരനായ ഒരു കർഷകന്റെ മകനായി ജനിച്ച് പഠനകാലത്ത് പലപ്പോഴും ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടിയിട്ടുള്ള ഹരിക്ക് വിജയത്തിന്റെ വില നന്നായി അറിയാമായിരുന്നു. നഗരത്തിലെ ആഡംബരങ്ങൾക്കിടയിലും ഹരിയുടെ മനസ്സ് എപ്പോഴും തന്റെ ഗ്രാമമായ കൊയിലാണ്ടിയിലെ പച്ചപ്പിലും വയലുകളിലുമായിരുന്നു. ഓരോ ശനിയാഴ്ചയും വൈകുന്നേരം തന്റെ വില കൂടിയ ഓടി കാർ സൈബർ പാർക്കിന്റെ കേറ്റുകടക്കുമ്പോൾ ഹരിയുടെ മനസ്സിൽ അമ്മൂമ്മ ഉണ്ടാക്കി വെക്കുന്ന ചൂടുള്ള ഉണ്ണിയപ്പത്തിന്റെ മണമായിരിക്കും. ഞായറാഴ്ചകൾ ഹരിക്ക് വിശ്രമത്തിനുള്ളതല്ല, മറിച്ച് തന്റെ വേരുകളിലേക്ക് മടങ്ങാനുള്ളതായിരുന്നു. നാട്ടിലെ പാവപ്പെട്ട കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യാനും രോഗികൾക്ക് മരുന്നിനുള്ള സഹായം നൽകാനും അവൻ എന്നും മുന്നിലുണ്ടായിരുന്നു. ഒരു വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ അധിപനാണെന്ന് ഭാവമൊന്നും കൂടാതെ നാട്ടുകാർക്കിടയിൽ അവൻ പഴയ ഹരി തന്നെയായിരുന്നു. എങ്കിലും പ്രായം 30 കഴിഞ്ഞിട്ടും വിവാഹത്തെക്കുറിച്ച് ചോദിക്കുമ്പോഴെല്ലാം അവൻ ഒരു ചിരിയോടെ അത് ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നു. എന്നെയും എന്റെ സാഹചര്യങ്ങളെയും മനസ്സിലാക്കുന്ന ഒരാൾ വരുന്നത് വരെ കാത്തിരിക്കാം എന്നതായിരുന്നു അവന്റെ മറുപടി. അങ്ങനെ ഇരിക്കെയാണ് ഓഗസ്റ്റ് മാസത്തിലെ ഒരു മഴയുള്ള വൈകുന്നേരം ഹരിയുടെ ജീവിതത്തിന്റെ ദിശ മാറിയത്. ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി കൊച്ചിയിൽ എത്തിയതായിരുന്നു അവൻ. മീറ്റിങ്ങുകൾക്ക് ശേഷം അവിചാരിതമായാണ് നഗരത്തിലെ ഒരു പ്രമുഖ വസ്ത്രവ്യാപാര സ്ഥാപനത്തിലേക്ക് അവൻ കയറിയത്. പുറത്ത് മഴ കനത്തു പെയ്യുന്നുണ്ടായിരുന്നു. ഷോപ്പിലെ തിരക്കുകൾക്കിടയിൽ ഒരു മഞ്ഞ ചുരിദാർ ധരിച്ച് വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു പെൺകുട്ടിയെ അവൻ കണ്ടു. അവളുടെ മുഖത്തെ ഐശ്വര്യവും വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലെ ലാളിത്യവും ഹരിയെ വല്ലാതെ ആകർഷിച്ചു. കണ്ടു ശീലിച്ച നഗരസുന്ദരിമാരിൽ നിന്നും വ്യത്യസ്തമായ എന്തോ ഒരു ശാലീനത അവളിലുള്ളതായി അവന് തോന്നി. ആദ്യ നോട്ടത്തിൽ തന്നെ ഹരിയുടെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. സംഭാഷണം തുടങ്ങാനുള്ള ആഗ്രഹത്തോടെ അവൻ അവളുടെ അടുത്തേക്ക് പതുക്കെ നീങ്ങി. ഒരു സാരി തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ അവൾക്കുണ്ടായ ആശയക്കുഴപ്പത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞുകൊണ്ടാണ് ഹരി തുടങ്ങിയത്. അവൾ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചിരിച്ചു. ആ ചിരിയിൽ ഒരു നിഷ്കളങ്കതയുണ്ടെന്ന് ഹരി വിശ്വസിച്ചു. തന്റെ പേര് മാളവിക എന്നാണെന്നും ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണെന്നും അവൾ പറഞ്ഞു. ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ അവൾ നമ്പറുകൾ കൈമാറി. പിന്നീടുള്ള ദിവസങ്ങളിൽ ഫോൺ വിളികളുടേതും സന്ദേശങ്ങളുടേതുമായിരുന്നു. മാളവിക ഒരു സാധാരണ ഇടത്തരം കുടുംബത്തിലെ പെൺകുട്ടിയാണെന്ന് അറിഞ്ഞപ്പോൾ ഹരിക്ക് അവളോട് കൂടുതൽ ബഹുമാനം തോന്നി. തന്റെ ഐശ്വര്യത്തെക്കുറിച്ചോ സാമ്പത്തിക നിലയെക്കുറിച്ചോ ഹരി ആദ്യം കൂടുതലൊന്നും വെളിപ്പെടുത്തിയിരുന്നില്ല. എങ്കിലും മാളവികയുടെ എളിമയും പെരുമാറ്റവും കണ്ട് അവൾ തന്നെ പോലെ തന്നെ ലാളിത്യം ഇഷ്ടപ്പെടുന്നവളാണെന്ന് അവൻ ഉറപ്പിച്ചു. ഓരോ സംഭാഷണത്തിലും അവൾ തന്റെ കുടുംബത്തെക്കുറിച്ചും മാതാപിതാക്കളെക്കുറിച്ചും വാത്തോരാതെ സംസാരിക്കുമായിരുന്നു. മാളവികയുമായുള്ള സൗഹൃദം പ്രണയത്തിലേക്ക് വഴിമാറാൻ അധികം താമസമെടുത്തില്ല. കൊച്ചിയിലെ മെറൈൻ ഡ്രൈവിൽ വെച്ച് ഒരു വൈകുന്നേരം അസ്തമസൂര്യനെ സാക്ഷിയാക്കി ഹരി തന്റെ ഉള്ളിലെ പ്രണയം അവളോട് തുറന്നു പറഞ്ഞു. എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം നിങ്ങളെ കണ്ടുമുട്ടിയതാണ് ഹരിയേട്ട എന്നായിരുന്നു മാളവികയുടെ മറുപടി. ആ വാക്കുകൾ ഹരിയുടെ കാതുകളിൽ സംഗീതം പോലെ മുഴങ്ങി. തന്റെ മകന് അനുയോജ്യമായ ഒരു പെൺകുട്ടിയെ ലഭിച്ചതിൽ ഹരിയുടെ അമ്മയും അച്ഛനും വളരെയധികം സന്തോഷിച്ചു. അവർ മാളവികയുടെ വീട്ടുകാരെ കണ്ട് വിവാഹം ഉറപ്പിച്ചു. വിവാഹ നിശ്ചയത്തിന് മുന്നോടിയായി ഹരിയും മാളവികയും ഒരുമിച്ച് നിരവധി സ്ഥലങ്ങളിൽ യാത്ര ചെയ്തു. അവർ ഒപ്പമെടുത്ത ചിത്രങ്ങൾ ഹരി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. മാതൃകാ ദമ്പതികൾ, മനസ്സു ചേർന്നവർ എന്നിങ്ങനെ 100 കണക്കിന് കമന്റുകളാണ് ആ ചിത്രങ്ങൾക്ക് ലഭിച്ചത്. ഒരു IT കമ്പനി ഉടമയായ ഹരിദാസിനെ പോലൊരു യുവാവ് മാളവികയെ പോലെയൊരു സാധാരണ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത് ഒരു വലിയ വാർത്തയായി മാറി. എന്നാൽ ഈ പ്രണയകഥയുടെ തിരശീലയ്ക്ക് പിന്നിൽ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങുകയായിരുന്നു. വിവാഹം ഉറപ്പിച്ചതിനു ശേഷം മാളവികയുടെ സംസാരത്തിൽ പുതിയൊരു സ്വരം കടന്നുവന്നു. ഹരിയുടെ ഗ്രാമത്തിലെ വീട്ടിലെ സൗകര്യങ്ങളെക്കുറിച്ച് അവൾ പരാതിപ്പെടാൻ തുടങ്ങി. ഹരിയേട്ട, ആ പഴയ വീട്ടിൽ നമുക്ക് എങ്ങനെ താമസിക്കാൻ കഴിയും? അവിടെ വണ്ടികൾ വരാൻ പോലും ബുദ്ധിമുട്ടല്ലേ? നമുക്ക് നഗരത്തിൽ തന്നെ ഒരു ഫ്ലാറ്റ് എടുക്കാം എന്നവൾ നിർബന്ധിച്ചു. ഹരിയുടെ തനതായ ഗ്രാമീണ സംസാര ശൈലിയെയും വസ്ത്രധാരണത്തെയും അവൾ കളിയാക്കാൻ തുടങ്ങി. നിങ്ങളൊരു ബിസിനസ്സുകാരനല്ലേ, എപ്പോഴും ഈ മുണ്ടും ഷർട്ടും ഇട്ടാൽ ആളുകൾ എന്ത് വിചാരിക്കും? കുറച്ചുകൂടി സ്റ്റൈലിഷ് ആകണം എന്നവൾ ഇടയ്ക്കിടെ പറയുമായിരുന്നു. ആദ്യമൊക്കെ ഇത് തന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഉപദേശങ്ങളാണെന്ന് ഹരി കരുതി. സ്നേഹം കൂടുമ്പോൾ പ്രിയപ്പെട്ടവർക്ക് നമ്മളിൽ മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹം കാണുമെന്ന് അവൻ സ്വയം വിശ്വസിച്ചു.
ഒരിക്കൽ ഹരി തന്റെ ഗ്രാമത്തിലെ കുട്ടികൾക്ക് മിഠായി വിതരണം ചെയ്യുന്ന വീഡിയോ കണ്ടപ്പോൾ ഇതൊക്കെ എന്തിനാ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇടുന്നത്, നാട്ടുകാർക്ക് വേണ്ടിയാണോ ജീവിക്കുന്നത് എന്ന് മാളവിക പരിഹസിച്ചു. അവളുടെ ആ വാക്കുകൾ ഹരിയെ അല്പം വേദനിപ്പിച്ചെങ്കിലും പ്രണയത്തിന്റെ ആവേശം ആ വേദനയെ മറച്ചു പിടിച്ചു. മാളവികയുടെ കൂട്ടുകാരികളെ പരിചയപ്പെട്ടപ്പോൾ ഹരിക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലായി. അവൾ തന്റെ കൂട്ടുകാരികൾക്ക് മുന്നിൽ ഹരിയുടെ പണത്തെക്കുറിച്ചും കമ്പനിയെക്കുറിച്ചും വളരെ വലുതായി സംസാരിക്കുന്നുണ്ടായിരുന്നു. ഹരിയുടെ വ്യക്തിത്വത്തെക്കാൾ കൂടുതൽ അവൾ സ്നേഹിക്കുന്നത് അവന്റെ ബാങ്ക് ബാലൻസിനെയാണോ എന്നൊരു സംശയം ഹരിയുടെ മനസ്സിൽ ഒരു മിന്നായം പോലെ വന്നുപോയി. എങ്കിലും സ്ത്രീകൾക്ക് തന്റെ ഭർത്താവ് വലിയ നിലയിലാണെന്ന് മറ്റുള്ളവരോട് പറയാൻ ഇഷ്ടമുണ്ടാകും എന്ന് ചിന്തിച്ച് ഹരി അതിനെ നിസ്സാരമാക്കി. വിവാഹ നിശ്ചയത്തിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിയപ്പോൾ മാളവികയുടെ ആവശ്യങ്ങൾ വർദ്ധിച്ചു വന്നു. ലോക പ്രശസ്ത ഡിസൈനർമാർ തയ്യാറാക്കുന്ന വസ്ത്രങ്ങൾ വേണമെന്നും ഏറ്റവും വലിയ ഹോട്ടലിൽ വെച്ച് നിശ്ചയം നടത്തണമെന്നും അവൾ വാശി പിടിച്ചു. ലക്ഷങ്ങൾ ഓരോ ആവശ്യങ്ങൾക്കായി അവൾ ഹരിയിൽ നിന്നും ചോദിച്ചു വാങ്ങി. നമ്മുടെ കല്യാണമല്ലേ ഹരിയേട്ടാ, ജീവിതത്തിൽ ഒരിക്കലല്ലേ ഇങ്ങനെയൊക്കെ നടക്കൂ എന്ന അവളുടെ കൊഞ്ചലിൽ ഹരി എല്ലാം മറന്നു. പണം ചെലവാക്കുന്നതിൽ അവന് മടിയുണ്ടായിരുന്നില്ല. പക്ഷേ മാളവികയുടെ ലാളിത്യം എവിടെയോ നഷ്ടപ്പെടുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു. ഒരു ദിവസം തന്റെ പഴയകാല കഷ്ടപ്പാടുകളെ കുറിച്ച് ഹരി മാളവികയോട് സംസാരിക്കുകയായിരുന്നു. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇവിടെ എത്തിയത് മാളു, അതുകൊണ്ട് പണത്തിന്റെ മൂല്യം എനിക്ക് നന്നായി അറിയാം എന്ന് പറഞ്ഞപ്പോൾ അവൾ ഒരു തരം വിരക്തിയോടെയാണ് അത് കേട്ടത്. പഴയ കാര്യങ്ങൾ എന്തിനാ ഇപ്പോൾ പറയുന്നത്, ഇപ്പോൾ നമ്മൾ പണക്കാരാണ്, അത് ആസ്വദിക്കണം എന്നായിരുന്നു അവളുടെ മറുപടി. ഹരിയുടെയും മാളവികയുടെയും ചിന്താഗതികൾ തമ്മിലുള്ള അന്തരം അവിടെ തെളിഞ്ഞു നിന്നു. എങ്കിലും വിവാഹശേഷം അവൾക്ക് മാറ്റം വരുമെന്നും അവൾ തന്റെ ജീവിത രീതിയുമായി പൊരുത്തപ്പെടുമെന്നും ഹരി വെറുതെ മോഹിച്ചു. പ്രതീക്ഷകളുടെയും മോഹങ്ങളുടെയും ഈ തീരത്ത് നിന്നുകൊണ്ട് ഹരി തന്റെ വിവാഹത്തിനായി കാത്തിരുന്നു. തന്റെ ജീവിതത്തിലേക്ക് വരുന്നത് ഒരു മാലാഖയാണെന്നും അവൾ തന്റെ കുടുംബത്തിന് ഐശ്വര്യം നൽകുമെന്നും അവൻ ഉറച്ചു വിശ്വസിച്ചു. എന്നാൽ വിധി അവർക്കായി കാത്തുവെച്ചത് മറ്റൊരു നാടകമായിരുന്നു. മാളവികയുടെ ഈ സ്നേഹപ്രകടനങ്ങൾക്ക് പിന്നിൽ മറ്റൊരു മുഖം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് തിരിച്ചറിയാനുള്ള വിവേകം അപ്പോഴും ഹരിക്ക് ലഭിച്ചിരുന്നില്ല. പ്രതീക്ഷകളുടെ ആ കൊട്ടാരം എത്ര പെട്ടെന്നാണ് തകരാൻ പോകുന്നതെന്ന് അവൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. വിവാഹ നിശ്ചയം കഴിഞ്ഞതോടെ ഹരിയുടെ ജീവിതം ഒരു മനോഹരമായ സ്വപ്നത്തിൽ നിന്നും പതുക്കെ ഒരു ചോദ്യചിഹ്നമായി മാറുകയായിരുന്നു. മാളവികയുടെ പെരുമാറ്റത്തിലുണ്ടായ മാറ്റങ്ങൾ ഹരിയുടെ കമ്പനിയിലെ ഒരു സോഫ്റ്റ്വെയർ ഗ്ലിച്ച് പോലെ അപ്രതീക്ഷിതവും എന്നാൽ മാരകവുമായിരുന്നു. വിവാഹ നിശ്ചയത്തിന് അന്ന് ധരിക്കാൻ അവൾ ആവശ്യപ്പെട്ട ആഭരണങ്ങളുടെ വില കേട്ട് ഹരിയുടെ അച്ഛൻ ഒന്ന് ഞെട്ടിയെങ്കിലും മകന്റെ സന്തോഷം കരുതി അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. എന്നാൽ നിശ്ചയത്തിന് ശേഷം ഹരിയുടെ കുടുംബ വീട്ടിൽ നടന്ന വിരുന്നിൽ മാളവികയുടെ പെരുമാറ്റം അങ്ങേയറ്റം പരിതാപകരമായിരുന്നു. നാട്ടിലെ രീതിയിലുള്ള വിഭവസമൃദ്ധമായ സദ്യയാണ് ഹരിയുടെ അമ്മ തയ്യാറാക്കിയിരുന്നത്. ഗ്രാമത്തിലെ എല്ലാവരും ഒത്തുകൂടിയ ആ ചടങ്ങിൽ ഒരു സ്പൂൺ പോലും എടുക്കാതെ മാളവിക മുഖം ചുളിച്ചു നിന്നു. ഈ നാടൻ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചാൽ എന്റെ സ്കിൻ ചീത്തയാകും ഹരിയേട്ടാ, നമുക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്യാം എന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൾ പറഞ്ഞപ്പോൾ ഹരിയുടെ അമ്മയുടെ മുഖം വാടി. തന്റെ മകൻ സ്നേഹിച്ച പെൺകുട്ടിക്ക് തങ്ങളുടെ സംസ്കാരത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലേ എന്ന ചിന്ത ആ അമ്മയെ അലട്ടി. എങ്കിലും വിവാഹ തിരക്കുകൾക്കിടയിൽ ഇതെല്ലാം സാധാരണമാണെന്ന് കരുതി ഹരി അവരെ ആശ്വസിപ്പിച്ചു. വിവാഹ ഒരുക്കങ്ങൾ പുരോഗമിക്കവേ മാളവികയുടെ വാശികൾ കൂടി വന്നു. കൊച്ചിയിലെ ഏറ്റവും വലിയ 5 സ്റ്റാർ ഹോട്ടലിൽ വെച്ച് തന്നെ വിവാഹം വേണം. എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഹൈ ക്ലാസ് ഫാമിലിയിലുള്ളവരാണ്, അവരെ ഈ സാധാരണ ഓഡിറ്റോറിയത്തിൽ ഇരുത്താൻ എനിക്ക് പറ്റില്ല, അവൾ ഉറച്ചു പറഞ്ഞു. വിവാഹ വസ്ത്രങ്ങൾക്കായി മാത്രം 10 ലക്ഷം രൂപയാണ് അവൾ ആവശ്യപ്പെട്ടത്. ഹരിയുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായ പണം അവൾ ഒഴുക്കാൻ തുടങ്ങി. ഹരിയുടെ സുഹൃത്തായ വിനയൻ ഇതിനെപ്പറ്റി അവന് മുന്നറിയിപ്പ് നൽകി. ഹരി, ഇത് പ്രണയമാണോ അതോ ഷോ ഓഫ് ആണോ എന്ന് നീ ഒന്നുകൂടി ചിന്തിക്കുന്നത് നല്ലതാണ്, വിനയൻ പറഞ്ഞു. പക്ഷേ പ്രണയത്തിന്റെ ലഹരിയിലായിരുന്ന ഹരി ആ വാക്കുകളെ അവഗണിച്ചു. വിവാഹത്തിന് തൊട്ടു തലേന്നുള്ള രാത്രി കൊച്ചിയിലെ ആഡംബര ഹോട്ടൽ വൈദ്യുത ദീപങ്ങളാൽ അലങ്കൃതമായിരുന്നു. ബന്ധുക്കളും സുഹൃത്തുക്കളും സംഗീതത്തിന്റെയും ആഘോഷത്തിന്റെയും തിരക്കിലായിരുന്നു. ഹരിയും വിനയനും ചേർന്ന് അതിഥികൾക്കുള്ള സൗകര്യങ്ങൾ പരിശോധിക്കുകയായിരുന്നു. ഇടയ്ക്ക് മാളവികയ്ക്ക് സർപ്രൈസ് നൽകാനായി ഹരി അവളുടെ മുറിയിലേക്ക് തിരിച്ചു. അവളുടെ കൈകളിൽ അണിയാൻ വജ്രം പതിപ്പിച്ച ഒരു പുതിയ ബ്രേസ്ലെറ്റും അവന്റെ കയ്യിലുണ്ടായിരുന്നു. ഹരിയുടെ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ അടയാളമായിരുന്നു അത്. മാളവികയുടെ മുറിക്ക് അടുത്തെത്തിയപ്പോൾ ഉള്ളിൽ നിന്നും അവളുടെ കൂട്ടുകാരികളുടെ ഉറക്കെയുള്ള ചിരിയും സംസാരവും ഹരിയുടെ ശ്രദ്ധയിൽപ്പെട്ടു.
വാതിൽ അല്പം തുറന്നു കിടക്കുന്നുണ്ടായിരുന്നു. അകത്തേക്ക് കയറാൻ തുടങ്ങിയ ഹരിയുടെ കാതുകളിൽ മാളവികയുടെ ശബ്ദം പതിഞ്ഞു. അത് ഹരി ഇതുവരെ കേൾക്കാത്ത കടുപ്പമേറിയതും പരിഹാസം നിറഞ്ഞതുമായ ഒരു സ്വരമായിരുന്നു. ഏയ്, ഈ മണ്ടൻ ഹരിയോട് എനിക്ക് പ്രണയമാണെന്ന് നീ കരുതിയോ? മാളവിക തന്റെ കൂട്ടുകാരി രശ്മിയോട് ചോദിക്കുകയായിരുന്നു. ഹരി അവിടെ തറഞ്ഞു നിന്നുപോയി. ശ്വാസം അടക്കി പിടിച്ച് അവൻ ആ വാതിലിനിടയിലൂടെ നോക്കി. മാളവിക കണ്ണാടിക്ക് മുന്നിലിരുന്ന് മേക്കപ്പ് അഴിക്കുകയായിരുന്നു. പിന്നെന്തിനാ നീ ഈ നാട്ടുമനുഷ്യനെ കെട്ടുന്നത്? രശ്മി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. മാളവിക ഒരു പുച്ഛത്തോടെ മറുപടി നൽകി. മോളെ, പ്രണയം വേറെ, ലൈഫ് വേറെ. എനിക്ക് അർജുനെ ഇപ്പോഴും ഇഷ്ടമാണ്. പക്ഷെ അവന് പണമില്ല. ഹരിയുടെ കയ്യിൽ കോടികളുണ്ട്. ഈ കല്യാണം കഴിഞ്ഞാൽ ഹരിയുടെ പണം ഉപയോഗിച്ച് എനിക്ക് കൊച്ചിയിൽ സ്വന്തമായൊരു ഫാഷൻ ഷോറൂം തുടങ്ങണം. എന്റെയും അർജുന്റെയും ഭാവി സുരക്ഷിതമാക്കാൻ ഇതിലും വലിയൊരു അവസരം വേറെ കിട്ടില്ല. അകത്ത് ചിരികൾ മുഴങ്ങി. മാളവിക തുടർന്നു. ഈ നാട്ടുകാരെയൊക്കെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഹരിയുടെ അമ്മയെ കണ്ടില്ലേ? ആ തറവാടും അവിടുത്തെ ചാണകമണവും. വിവാഹം കഴിഞ്ഞാൽ ഉടനെ അവരെയൊക്കെ വട്ടം കറക്കി ഞാൻ ഇങ്ങോട്ട് പോരും. പരമാവധി പണം എന്റെ അക്കൗണ്ടിലേക്ക് മാറ്റും. പിന്നെ ഒരു വർഷം തികയുമ്പോൾ സ്വത്തുക്കളുടെ പകുതിയും വാങ്ങി വിവാഹമോചനം നേടും. അപ്പോൾ ഞാനും അർജുനും ഹാപ്പി. ഹരിയുടെ കയ്യിലിരുന്ന സമ്മാനപ്പൊതി താഴെ വീണുപോയി. അവന്റെ ഹൃദയം 1000 കഷ്ണങ്ങളായി തകരുന്നത് പോലെ അവന് തോന്നി. താൻ ദൈവമായി കരുതി സ്നേഹിച്ച പെൺകുട്ടി തന്റെ ജീവിതത്തെ വെറും ഒരു ബിസിനസ് ഡീലായിട്ടാണ് കാണുന്നതെന്ന സത്യം അവനെ തളർത്തിക്കളഞ്ഞു. ആ കണ്ണുകളിൽ വിരിഞ്ഞ പ്രണയം വെറും അഭിനയമായിരുന്നു. തന്റെ കുടുംബത്തെ അവൾ പുച്ഛിക്കുന്നു. തന്റെ വിയർപ്പിന്റെ ബലമായ സമ്പാദ്യത്തിൽ അവൾ കണ്ണുവെച്ചിരിക്കുന്നു. ഹരിക്ക് ദേഷ്യത്തെക്കാൾ കൂടുതൽ സങ്കടമാണ് വന്നത്. വിവാഹമോചനം നേടി ലക്ഷ്യങ്ങളുമായി പോകാമെന്ന അവളുടെ പദ്ധതി, ആ വാചകം അവന്റെ ചെവിയിൽ വീണ്ടും വീണ്ടും മുഴങ്ങിക്കൊണ്ടിരുന്നു. തന്റെ അച്ഛനും അമ്മയും അവൾക്ക് നൽകിയ സ്നേഹത്തിന് അവൾ നൽകുന്ന വില ഇതായിരുന്നു. ഹരി പെട്ടെന്ന് അവിടെ നിന്ന് പിന്തിരിഞ്ഞു നടന്നു. അവന് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. ഓഡിറ്റോറിയത്തിലെ വർണ്ണവിളക്കുകൾ അവനെ പരിഹസിക്കുന്നതായി തോന്നി. വിനയൻ ഹരിയുടെ അടുത്തേക്ക് ഓടി വന്നു. എന്തു പറ്റി ഹരി? നിന്റെ മുഖം എന്താ ഇങ്ങനെ വിളറിയിരിക്കുന്നത്? വിനയന്റെ ചോദ്യത്തിന് മറുപടി നൽകാൻ കഴിയാതെ ഹരി അവനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. കാര്യങ്ങൾ കേട്ട വിനയന്റെ കണ്ണുകളിൽ കനൽ പടർന്നു. ഹരി, നമുക്ക് ഈ നിമിഷം ഈ നാടകം അവസാനിപ്പിക്കാം. ആ ചതിയെത്തിയെ ഈ പന്തലിൽ നിന്ന് പുറത്താക്കാം, വിനയൻ ആക്രോശിച്ചു. പക്ഷേ ഹരി അവനെ തടഞ്ഞു. കണ്ണുനീർ തുടച്ചുകൊണ്ട് ഹരിയുടെ ഭാവം മാറി. ശാന്തവും എന്നാൽ കഠിനവുമായ ഒരു ഭാവം അവന്റെ മുഖത്ത് നിഴലിച്ചു. ഇല്ല വിനയ, ഇപ്പോൾ ഇത് നിർത്തിയാൽ അവൾ വേറെ ആരെങ്കിലും ഇരയാക്കും. കൂടാതെ നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തി എന്ന പേര് എനിക്കും എന്റെ കുടുംബത്തിനും വരും. അവൾക്ക് അവളുടേതായ രീതിയിൽ തന്നെ മറുപടി നൽകണം. ഈ ആഡംബരത്തിന്റെ അണിയറയിൽ അവൾ നെയ്ത വലയിൽ അവൾ തന്നെ കുടുങ്ങണം. ഹരി തന്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ പുറത്തെടുത്തു. മാളവികയുടെ മുറിയിൽ നടന്ന സംഭവങ്ങൾ റെക്കോർഡ് ചെയ്യാൻ അവന് കഴിഞ്ഞില്ലെങ്കിലും അവിടെ നടന്ന സംഭാഷണങ്ങളുടെ തീവ്രത അവന്റെ മനസ്സിൽ മായാതെ നിന്നു. വഞ്ചിക്കപ്പെട്ട ഒരു കാമുകനായല്ല, മറിച്ച് തന്റെ അന്തസ്സ് സംരക്ഷിക്കാൻ തീരുമാനിച്ച ഒരു പോരാളിയായാണ് ഹരി ആ രാത്രി പിന്നീട് ചിലവിട്ടത്. മാളവികയുടെ പദ്ധതികൾ അറിയാത്ത അതിഥികൾ ആഘോഷങ്ങളിൽ മുഴുകി. വധുവിന്റെ വേഷത്തിൽ മാളവിക തന്റെ നാടകം തുടർന്നു. ആഡംബര ഹോട്ടലിന്റെ ഇടനാഴിയിൽ ഹരി സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു. അവന്റെ ഉള്ളിൽ പ്രണയത്തിന്റെ മഞ്ഞുരുകി ചതിയുടെ അഗ്നി പടർന്നു തുടങ്ങിയിരുന്നു. മാളവികയുടെ മുറിയിൽ നിന്ന് കേട്ട ഓരോ വാക്കുകളും അവന്റെ ഹൃദയത്തിൽ മുറിവുകൾ ഏൽപ്പിച്ചു. തന്റെ ജീവിതം ഒരു ബിസിനസ് ഡീൽ മാത്രമാണെന്ന് അവൾ പറയുന്നത് കേട്ടപ്പോൾ താൻ ഇത്രയും നാൾ സ്നേഹിച്ചത് ഒരു നിഴലിനെയായിരുന്നുവെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ഹരി പതുക്കെ വിനയന്റെ അടുത്തേക്ക് നടന്നു. അവന്റെ കണ്ണുകൾ ചുവന്നിരുന്നു. എന്നാൽ ആ കണ്ണുകൾ ഇപ്പോൾ ഒരു തരം നിശ്ചയദാർഢ്യം നിഴലിച്ചിരുന്നു. വിനയ, എനിക്കിപ്പോൾ വേണ്ടത് തെളിവുകളാണ്. അവൾ മാന്യതയുടെ മുഖംമൂടി അണിഞ്ഞാണ് നാളെ മണ്ഡപത്തിൽ വരാനിരിക്കുന്നത്. അത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ അഴിച്ചു മാറ്റണം. ഹരിയുടെ സ്വരം കഠിനമായിരുന്നു. വിനയൻ തന്റെ സുഹൃത്തിന്റെ അവസ്ഥ കണ്ട് വേദനിച്ചെങ്കിലും ഹരിയുടെ തീരുമാനത്തെ പിന്തുണയ്ക്കാൻ ഉറച്ചു. നീ പേടിക്കേണ്ട ഹരി, സത്യം പുറത്തു കൊണ്ടുവരാൻ ഞാൻ നിന്റെ കൂടെയുണ്ട്. നമ്മുടെ വെഡ്ഡിംഗ് വീഡിയോഗ്രാഫർ എന്റെ ഉറ്റ സുഹൃത്താണ്, അവൻ സഹായിക്കും, വിനയൻ മറുപടി നൽകി. രാത്രി 2 മണിയായിട്ടും ആ ഹോട്ടലിൽ ഉറങ്ങാത്ത 2 പേർ ഹരിയും വിനയനുമായിരുന്നു. അവർ നിതിനെ രഹസ്യമായി വിളിച്ചു വരുത്തി. മാളവികയുടെ മുറിയിലെ സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്യാനുള്ള വഴികൾ അവർ ആലോചിച്ചു. വീഡിയോഗ്രാഫർമാരുടെ ഗെറ്റപ്പിൽ അവർ മാളവികയുടെ മുറിക്ക് പുറത്ത് ചില സജ്ജീകരണങ്ങൾ ഒരുക്കി. നാളെ രാവിലെ വധുവിനെ ഒരുക്കുന്ന ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ ഈ മൈക്രോഫോണുകൾ ഉപയോഗിക്കാം, നിതിൻ ഒരു ചെറിയ വയർലെസ് റെക്കോർഡ് കാണിച്ചുകൊണ്ട് പറഞ്ഞു. അടുത്ത ദിവസം പുലർച്ചെ 5 മണിയായപ്പോൾ തന്നെ വധുവിനെ ഒരുക്കാനായി ബ്യൂട്ടീഷ്യന്മാർ എത്തി. മാളവികയുടെ മുറിയിൽ വൻ തിരക്കായിരുന്നു.
കൂട്ടുകാരികളും ബന്ധുക്കളും മാറി മാറി വരുന്നുണ്ടായിരുന്നു. നിതിനും സംഘവും വധുവിനെ ഒരുക്കുന്ന ദൃശ്യങ്ങൾ പകർത്താൻ എന്ന വ്യാജേന മുറിക്കകത്ത് പ്രവേശിച്ചു. ആരും ശ്രദ്ധിക്കാത്ത രീതിയിൽ മാളവികയുടെ ഡ്രസ്സിംഗ് ടേബിളിന് താഴെയും സോഫയുടെ ഇടയിലുമായി അവർ മൈക്രോ റെക്കോർഡുകൾ ഒളിപ്പിച്ചു വെച്ചു. താനൊരു വലിയ കുരുക്കിലേക്കാണ് നീങ്ങുന്നത് എന്നറിയാതെ മാളവിക തന്റെ നാടകം തുടർന്നു. വധുവിന്റെ മേക്കപ്പിനിടയിൽ അവൾ വീണ്ടും തന്റെ കൂട്ടുകാരി രശ്മിയുമായി സംസാരം തുടങ്ങി. രശ്മി, നീ അർജുനെ വിളിച്ചോ? അവൻ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞാലുടൻ എനിക്ക് അവനെ കാണണം, മാളവിക സ്വകാര്യമായി പറഞ്ഞു. എന്നാൽ ആ വാക്കുകൾ കൃത്യമായി റെക്കോർഡിൽ പതിയുന്നുണ്ടായിരുന്നു. നീ സൂക്ഷിക്കണം മാളു, ഹരിക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ എല്ലാം തീർന്നു, രശ്മി മുന്നറിയിപ്പ് നൽകി. മാളവിക ഉറക്കെ ചിരിച്ചു. ആ പാവം ഹരിക്കോ? അവനെ ഞാൻ എന്റെ കൈവെള്ളയിൽ ഇട്ടിരിക്കുകയാണ്. എന്റെ ചെറിയൊരു ചിരി കണ്ടാൽ അവൻ ഉരുകിപ്പോകും. ആ മണ്ടനെ എനിക്ക് എളുപ്പത്തിൽ പറ്റിക്കാം. കല്യാണം കഴിഞ്ഞാൽ ഉടനെ അവന്റെ പേഴ്സണൽ അക്കൗണ്ടിന്റെ ആക്സസ് ഞാൻ കൈക്കലാക്കും. പിന്നെ എല്ലാം എന്റെ കയ്യിലാണ്. മാളവികയുടെ ഈ വിഷം നിറഞ്ഞ വാക്കുകൾ ഹരിയും വിനയനും മറ്റൊരു മുറിയിലിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഓരോ വാചകവും കേൾക്കുമ്പോൾ ഹരിയുടെ കൈകൾ ദേഷ്യം കൊണ്ട് വിറച്ചു. താൻ ആരെയാണ് സ്നേഹിച്ചത്? ഒരു സാധാരണ പെൺകുട്ടിയുടെ നിഷ്കളങ്കത കണ്ടാണ് അവൻ അവളുടെ പ്രണയം സ്വീകരിച്ചത്. എന്നാൽ ആ നിഷ്കളങ്കതയുടെ പിന്നിൽ ഒരു ക്രിമിനൽ ബുദ്ധി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു എന്ന് അവൻ വൈകിയാണ് അറിഞ്ഞത്. ഹരി, നമുക്കിത് ഇപ്പോൾ തന്നെ പുറത്തുവിട്ടാലോ? വിനയൻ ചോദിച്ചു. വേണ്ട വിനയ, ഹരി ശാന്തമായി പറഞ്ഞു. ഇപ്പോൾ ഇത് പുറത്തുവിട്ടാൽ അവൾക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും കാരണങ്ങൾ പറയാൻ സാധിക്കും. അവൾ ആഗ്രഹിക്കുന്നത് പോലെ വധുവിന്റെ വേഷത്തിൽ ലോകത്തിന് മുന്നിൽ വലിയ പണക്കാരിയായി വാഴാൻ നിൽക്കുമ്പോൾ തന്നെ അവളുടെ മുഖംമൂടി തെറിക്കണം. എന്റെ അച്ഛനെയും അമ്മയെയും അവൾ അപമാനിച്ചു. അതിനുള്ള മറുപടി ഈ മണ്ഡപത്തിൽ വെച്ച് തന്നെയായിരിക്കണം. രാവിലെ 8 മണിയോടെ വിവാഹ ചടങ്ങുകൾ ആരംഭിച്ചു. ബന്ധുക്കളും സുഹൃത്തുക്കളും നിറഞ്ഞ ഓഡിറ്റോറിയം. നാദസ്വരത്തിന്റെ സംഗീതം അന്തരീക്ഷത്തിൽ മുഴങ്ങി. ഹരി തന്റെ പട്ടുപുടവ ധരിച്ച് മണ്ഡപത്തിലേക്ക് കയറി. എല്ലാവരും അവനെ നോക്കി പുഞ്ചിരിച്ചു. എന്നാൽ ഹരിയുടെ ഉള്ളിൽ ചതിയുടെ കയ്പായിരുന്നു. തന്റെ അമ്മ ഹരിയുടെ അടുത്ത് വന്ന് അവന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. എന്റെ മകന് നല്ലൊരു കൂട്ട് തന്നെയാണ് കിട്ടിയത് എന്ന് ആ അമ്മ സന്തോഷത്തോടെ പറഞ്ഞപ്പോൾ ഹരിയുടെ കണ്ണുകൾ നിറഞ്ഞു. അമ്മേ, നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒന്നും ഞാൻ ചെയ്യില്ല എന്നവൻ മനസ്സാ പ്രതിജ്ഞ ചെയ്തു. അല്പസമയത്തിനുള്ളിൽ മാളവിക മണ്ഡപത്തിലേക്ക് ആനയിക്കപ്പെട്ടു. ചുവന്ന പട്ടുസാരിയും സ്വർണ്ണാഭരണങ്ങളും അണിഞ്ഞ് അവൾ ഒരു ദേവതയെ പോലെ തോന്നിപ്പിച്ചു. അവൾ ഹരിയുടെ അരികിൽ വന്നിരുന്നു. ഓരോ നിമിഷവും അവൾ ഹരിയെ നോക്കി പ്രണയം അഭിനയിച്ചു. ഹരിയുടെ കൈകൾ പിടിച്ചുകൊണ്ട് അവൾ മെല്ലെ പറഞ്ഞു, ഹരിയേട്ടാ, ഇന്നു മുതൽ നമ്മൾ ഒന്നാണ്. ആ വാക്കുകളിലെ കാപട്യം തിരിച്ചറിഞ്ഞ ഹരിയുടെ മനസ്സ് അറപ്പോടെ പിൻവാങ്ങി. ഹരിക്കിപ്പോൾ മാളവികയുടെ ഓരോ സ്പർശനവും ഒരു പാമ്പിന്റെ ഇഴച്ചിൽ പോലെയാണ് തോന്നിയത്. വിവാഹ മുഹൂർത്തം അടുത്തു. പുരോഹിതൻ മന്ത്രങ്ങൾ ചൊല്ലാൻ തുടങ്ങി. താലി കെട്ടാൻ അദ്ദേഹം ഹരിയോട് ആവശ്യപ്പെട്ടു. താലി കയ്യിലെടുത്ത ഹരിയുടെ കൈകൾ ഒരു നിമിഷം ചലിച്ചില്ല. സദസ്സ് മുഴുവൻ നിശബ്ദമായി അവനെ നോക്കി. ഹരിയുടെ അച്ഛൻ അവനെ പ്രോത്സാഹിപ്പിച്ചു. എന്നാൽ ഹരിയുടെ കണ്ണു പോയത് വീഡിയോ എടുക്കുന്ന വിനയന്റെ നേർക്കാണ്. വിനയൻ കണ്ണുകൊണ്ട് ഒരു സിഗ്നൽ നൽകി. എല്ലാം തയ്യാറാണ്. താലി കെട്ടുന്നതിന് തൊട്ടു മുമ്പ് ഹരി മൈക്ക് കയ്യിലെടുത്തു. മണ്ഡപത്തിൽ അപ്രതീക്ഷിതമായ ഈ നീക്കം കണ്ട് എല്ലാവരും സ്തംഭിച്ചു നിന്നു. മാളവിക അല്പം പരിഭ്രമത്തോടെ ഹരിയെ നോക്കി. ക്ഷമിക്കണം, ഒരു കാര്യം പറയാനുണ്ട്. ഹരിയുടെ ഗാംഭീര്യമുള്ള ശബ്ദം ഓഡിറ്റോറിയത്തിൽ മുഴങ്ങി. മാളവികയുടെ അച്ഛൻ മുന്നോട്ട് വന്നു. എന്തു പറ്റി മോനെ? ഇപ്പോൾ എന്തിനാണ് സംസാരിക്കുന്നത്? ഹരി ഒരു ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം നിങ്ങളോടൊക്കെ പങ്കുവെക്കാനുണ്ട്. മാളവിക എന്നെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്നും ഞങ്ങളുടെ ഭാവി ജീവിതത്തെക്കുറിച്ച് അവൾക്കുള്ള പ്ലാനുകൾ എന്താണെന്നും എല്ലാവരും അറിയണം. മാളവികയുടെ മുഖത്തെ നിറം മാറി. അവൾ ഹരിയുടെ കയ്യിൽ പിടിച്ചു. ഹരിയേട്ടാ, ഇത് എന്തിനുള്ള സമയമാണ്? നമുക്ക് ചടങ്ങുകൾ തീർക്കാം. ഇല്ല മാളവിക, ഈ ചടങ്ങ് ഇവിടെ തന്നെ തീരണം. ഹരി അവളുടെ കൈ തട്ടിമാറ്റി. അവൻ സ്റ്റേജിന് വശത്തുള്ള വലിയ LED സ്ക്രീനിലേക്ക് വിരൽ ചൂണ്ടി. വിനയൻ പ്ലേ ബട്ടൺ അമർത്തി. ഓഡിറ്റോറിയത്തിലെ വലിയ സ്പീക്കറുകളിൽ മാളവികയുടെ ശബ്ദം മുഴങ്ങി. ഹരി വെറുമൊരു മണ്ടനാണ്. അവന്റെ പണം മാത്രമാണ് എനിക്ക് വേണ്ടത്. 1 വർഷം കഴിഞ്ഞ് ഞാൻ ഡിവോഴ്സ് വാങ്ങും. അർജുനും ഞാനും ഷോറൂം തുടങ്ങും. ആ വാക്കുകൾ ഓരോന്നായി വെടിയുണ്ടകൾ പോലെ അന്തരീക്ഷത്തിൽ പതിച്ചു. സദസ്സിലുണ്ടായിരുന്നവർ പരസ്പരം നോക്കി. മാളവികയുടെ ബന്ധുക്കൾ തല താഴ്ത്തി. മാളവിക വിറയ്ക്കാൻ തുടങ്ങി. ഹരിയുടെ അമ്മ നെഞ്ചിൽ കൈവച്ച് ഇരുന്നു പോയി. ഹരി തന്റെ അരികിലിരുന്ന മാളവികയെ തിരിഞ്ഞു നോക്കി. ആ കണ്ണുകളിൽ പ്രണയമായിരുന്നില്ല, മറിച്ച് ഒരു വഞ്ചകിയോടുള്ള തീർത്താൽ തീരാത്ത പുച്ഛമായിരുന്നു. സത്യം വെളിപ്പെട്ടു കഴിഞ്ഞു.
ഒരു വലിയ നാടകത്തിന് ആഡംബരത്തിന്റെ അണിയറയിൽ തിരശീല വീണു. ഈ മണ്ഡപത്തിൽ നടക്കാൻ പോകുന്നത് മറ്റൊരു യുദ്ധമായിരുന്നു. പണത്തിനു വേണ്ടി സ്നേഹത്തെ കശാപ്പ് ചെയ്ത മാളവികയ്ക്ക് ഹരി നൽകാൻ പോകുന്ന അവസാന പ്രഹരം എന്താണെന്നറിയാൻ എല്ലാവരും ശ്വാസമടക്കി കാത്തുനിന്നു. ഓഡിറ്റോറിയത്തിലെ വലിയ സ്പീക്കറുകളിൽ മാളവികയുടെ ശബ്ദം വീണ്ടും വീണ്ടും മുഴങ്ങിക്കൊണ്ടിരുന്നു. ഹരി വെറുമൊരു മണ്ടനാണ്, അവന്റെ പണം മാത്രമാണ് എനിക്ക് വേണ്ടത്. ആ വാക്കുകൾ ഒരു പ്രഹരം പോലെ ഓരോ അതിഥികളുടെയും കാതുകളിൽ പതിച്ചു. മണ്ഡപത്തിൽ വധുവിന്റെ വേഷത്തിൽ ഇരുന്നിരുന്ന മാളവിക ഒരു നിമിഷം ശില കണക്കെ തറഞ്ഞുപോയി. അവളുടെ മുഖത്തെ ചായം ഉരുകി ഒലിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. പന്തലിൽ കൂടിയിരുന്ന ആയിരക്കണക്കിന് ആളുകൾക്കിടയിൽ പെട്ടെന്നുണ്ടായ ആ നിശബ്ദത അത്യന്തം ഭയാനകമായിരുന്നു. ഹരി മൈക്ക് മുറുകെ പിടിച്ചുകൊണ്ട് മാളവികയുടെ നേരെ തിരിഞ്ഞു. അവന്റെ കണ്ണുകളിൽ നനവുണ്ടായിരുന്നു. പക്ഷെ അത് സ്നേഹം കൊണ്ടായിരുന്നില്ല, മറിച്ച് താൻ ഇത്രയും കാലം വിശ്വസിച്ച ഒരു ബന്ധം ഇത്രത്തോളം മലിനമായിരുന്നു എന്ന തിരിച്ചറിവിലുണ്ടായിരുന്ന വേദനയായിരുന്നു. നീ പറഞ്ഞത് സത്യമല്ലേ മാളവിക? ഹരിയുടെ ശബ്ദം മൈക്കിലൂടെ മുഴങ്ങിയപ്പോൾ അതിഥികൾക്കിടയിൽ അടക്കം പറച്ചിലുകൾ തുടങ്ങി. മാളവികയുടെ അച്ഛൻ തകർന്നു പോയി സ്റ്റേജിന്റെ ഒരറ്റത്തിരുന്നു. തന്റെ മകൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമെന്ന് ആ പാവം മനുഷ്യൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഹരിയേട്ടാ, അതാരോ എഡിറ്റ് ചെയ്തതാണ്, എന്നെ ചതിക്കാൻ ആരോ ചെയ്തതാണ്. മാളവിക കരഞ്ഞുകൊണ്ട് ഹരിയുടെ കാലിൽ പിടിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഹരി ഒരടി പിന്നിലേക്ക് മാറി. ഇനിയും അഭിനയിക്കരുത്. നിന്റെ ഓരോ വാക്കും നിന്റെ മുഖം വ്യക്തമായി കാണിച്ചുകൊണ്ട് തന്നെയാണ് ഈ സ്ക്രീനിൽ തെളിയുന്നത്. നിനക്ക് എന്റെ പണം വേണമായിരുന്നു, എന്റെ കമ്പനി വേണമായിരുന്നു, എന്റെ കുടുംബത്തെ തകർക്കണമായിരുന്നു. പക്ഷെ എന്തിനാണ് മാളവിക നീ പ്രണയം എന്ന വിശുദ്ധമായ വികാരത്തെ ഇതിലേക്ക് വലിച്ചഴിച്ചത്? ഹരി ചോദിച്ചു. സദസ്സിൽ നിന്ന് പലരും എഴുന്നേറ്റ് നിന്ന് ബഹളം വെക്കാൻ തുടങ്ങി. ഹരിയുടെ സുഹൃത്തായ വിനയൻ മുന്നോട്ട് വന്നു. മാളവിക, നീ നിന്റെ അർജുനുമായി നടത്തിയ ചാറ്റുകളും ഹരിയുടെ അക്കൗണ്ടിൽ നിന്ന് പണം തട്ടാൻ നീ തയ്യാറാക്കിയ പ്ലാനുകളും എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. ഒരു പാവം മനുഷ്യന്റെ ജീവിതം വെച്ച് കളിക്കാൻ നിനക്ക് എങ്ങനെ തോന്നി? വിനയന്റെ ചോദ്യത്തിനു മുന്നിൽ മാളവികയ്ക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. അവളുടെ ഉള്ളിലെ കുറ്റബോധത്തെക്കാൾ കൂടുതൽ പുറത്തായല്ലോ എന്ന അപമാനമായിരുന്നു അവൾക്ക്. ഹരിയുടെ അമ്മ പതുക്കെ മണ്ഡപത്തിലേക്ക് കയറി വന്നു. അവർ മാളവികയുടെ മുഖത്തേക്ക് നോക്കി. ആ കണ്ണുകളിൽ ദേഷ്യമായിരുന്നില്ല, വലിയൊരു കഷ്ടകാലം തന്റെ മകന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവായതിലുള്ള ആശ്വാസമായിരുന്നു. മോളെ, നിനക്ക് പണം വേണമെങ്കിൽ ചോദിക്കാമായിരുന്നു, എന്റെ മകൻ അത് നിനക്ക് തരുമായിരുന്നു. പക്ഷേ സ്നേഹം അഭിനയിച്ച് അവനെ കൊല്ലരുതായിരുന്നു എന്ന് പറഞ്ഞ് ആ അമ്മ ഹരിയെ ചേർത്ത് പിടിച്ചു. ഹരിയുടെ അച്ഛൻ മാളവികയുടെ അച്ഛന്റെ അടുത്തേക്ക് ചെന്നു. ക്ഷമിക്കണം സുഹൃത്തെ, എന്റെ മകന്റെ ജീവിതം തകർക്കാൻ എനിക്ക് കഴിയില്ല. ഈ വിവാഹം ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഓഡിറ്റോറിയത്തിൽ വലിയ ബഹളമായി. മാളവികയുടെ ബന്ധുക്കൾ ഓരോരുത്തരുമായി അവിടെ നിന്ന് മാറാൻ തുടങ്ങി. മാളവിക തനിച്ച് ആ മണ്ഡപത്തിൽ ഇരുന്നു. അവൾ അണിഞ്ഞിരുന്ന ആഭരണങ്ങളും പട്ടുസാരിയും ഇപ്പോൾ അവൾക്ക് വലിയൊരു ഭാരമായി തോന്നി. അവൾ ആഗ്രഹിച്ച ആഡംബരം അവളുടെ തന്നെ നാശത്തിന് കാരണമായി. ചതിയിലൂടെ നേടാൻ ശ്രമിച്ച സാമ്രാജ്യം ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണു. ഹരി തന്റെ കയ്യിലിരുന്ന താലിമാല പീഠത്തിൽ വെച്ചു. ഇത് നിന്നെ പോലെ ഒരു ചതിയെത്തിക്കുള്ളതല്ല മാളവിക, സത്യസന്ധമായി സ്നേഹിക്കാൻ അറിയുന്ന ഒരു പെൺകുട്ടിക്കുള്ളതാണ്, അവൻ പറഞ്ഞു. ഹരി പതുക്കെ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി. അവൻ അതിഥികളോട് കൈകൂപ്പി ക്ഷമ ചോദിച്ചു. നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നത് ഒരു മംഗളകർമ്മത്തിനാണ്. പക്ഷെ ചതിയുടെ അടിത്തറയിൽ കെട്ടുന്ന വീട് അധിക കാലം നിൽക്കില്ല. അതുകൊണ്ട് ഈ വിവാഹം ഞാൻ വേണ്ടെന്ന് വെക്കുന്നു. ആഹാരം കഴിക്കാതെ ആരും പോകരുത്. എന്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റിന് ഞാൻ എല്ലാവരോടും മാപ്പ് ചോദിക്കുന്നു. ഹരിയുടെ വാക്കുകൾ കേട്ട് പലരും കൈയടിച്ചു. വഞ്ചിക്കപ്പെട്ടെങ്കിലും ആ മനുഷ്യൻ കാണിച്ച അന്തസ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. മാളവിക തനിച്ചായപ്പോൾ അവളുടെ മുൻ കാമുകനായ അർജുനെ അവൾ വിളിക്കാൻ ശ്രമിച്ചു. പക്ഷെ അർജുന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. തന്റെ പണത്തിനു വേണ്ടി മാത്രം കൂടെ നിന്നവർ ഈ പ്രതിസന്ധിയിൽ തന്നെ കൈവിടുമെന്ന് അവൾക്ക് അപ്പോഴാണ് മനസ്സിലായത്. അവളുടെ കൂട്ടുകാരികൾ ഓരോരുത്തരായി അവിടെ നിന്ന് വഴുതി മാറി. ചതിയുടെ പങ്കുപറ്റാൻ വന്നവർ പതനത്തിന്റെ സമയത്ത് കൂടെയുണ്ടാകില്ല എന്ന സത്യം അവൾ തിരിച്ചറിഞ്ഞു. മാളവിക ആ മണ്ഡപത്തിൽ പൊട്ടിക്കരഞ്ഞു. പക്ഷേ ആ കണ്ണീർ ആരുടെയും മനസ്സലിയിച്ചില്ല. ഹരിയും കുടുംബവും ഹോട്ടലിൽ നിന്ന് പുറത്തേക്കിറങ്ങി. പുറത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ആദ്യമായി മാളവികയെ കണ്ട അതേ മഴ. പക്ഷേ ഇന്ന് ആ മഴയ്ക്ക് ഒരു പ്രത്യേക തെളിച്ചമുണ്ടായിരുന്നു. ഹരിയുടെ ഉള്ളിലെ ഭാരം ഇറക്കി വെച്ചതുപോലെ അവന് തോന്നി. ഹരി, നിനക്ക് വിഷമമുണ്ടോ? വിനയൻ ചോദിച്ചു. ഹരി ഒന്ന് പുഞ്ചിരിച്ചു. ഇല്ല വിനയ, ദൈവം എന്നെ രക്ഷിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സ്നേഹമില്ലാത്ത ഒരാളുടെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ്.
അന്നു വൈകുന്നേരമായപ്പോഴേക്കും സോഷ്യൽ മീഡിയയിൽ ഹരിയുടെ ഈ പ്രവൃത്തി തരംഗമായി മാറി. ചതി തിരിച്ചറിഞ്ഞ ഹീറോ എന്ന് എല്ലാവരും അവനെ വിളിച്ചു. മാളവികയുടെ അഹങ്കാരവും പണത്തോടുള്ള ആർത്തിയും കേരളം മുഴുവൻ ചർച്ചയായി. പണത്തിനു വേണ്ടി മനസാക്ഷിയെ വിൽക്കുന്നവർക്കുള്ള ഒരു പാഠമായി ഹരിയുടെ കഥ മാറി. ഹരിയുടെ IT കമ്പനിയിലെ ജീവനക്കാരും നാട്ടുകാരും അവനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തി. മാളവികയ്ക്ക് ആ നഗരത്തിൽ നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായി. അവളുടെ കുടുംബം അപമാനം മൂലം നാട്ടിലേക്ക് മടങ്ങി. താൻ കണ്ട സ്വപ്നങ്ങളെല്ലാം ഒടുവിൽ തന്നെ വേട്ടയാടുന്ന കാഴ്ചയാണ് അവൾ കണ്ടത്. പണത്തിനുമേൽ കെട്ടിപ്പൊക്കിയ അവളുടെ ലോകം നിമിഷ നേരം കൊണ്ട് ഇല്ലാതായി. ഹരി പക്ഷേ പക വീട്ടാൻ പോയില്ല. മാളവികയെ നിയമത്തിന് മുന്നിൽ എത്തിക്കണമെന്ന് വിനയൻ പറഞ്ഞെങ്കിലും ഹരി അത് നിരസിച്ചു. അവളുടെ കുറ്റബോധം തന്നെയായിരിക്കും അവൾക്കുള്ള ഏറ്റവും വലിയ ശിക്ഷ, ഹരി പറഞ്ഞു. ആ രാത്രി ഹരി തന്റെ ഗ്രാമത്തിലെ വീട്ടിലെത്തി. തന്റെ മുറിയിലെ ജാലകത്തിലൂടെ പുറത്തെ പാടശേഖരങ്ങളിലേക്ക് നോക്കി അവൻ നിന്നു. നാളെ പുതിയൊരു ദിവസമാണ്. ചതിയുടെയും വഞ്ചനയുടെയും കറപ്പുരണ്ട പഴയ ജീവിതം അവൻ അവിടെ ഉപേക്ഷിച്ചു. തന്റെ അമ്മയുടെ കൈപുണ്യത്തിലുള്ള ഭക്ഷണം കഴിച്ച് സമാധാനമായി അവൻ ഉറങ്ങി. വരാനിരിക്കുന്ന പുതിയൊരു പുലരിക്കായി അവൻ മനസ്സിനെ പാകപ്പെടുത്തി. സ്നേഹം തേടിയുള്ള അവന്റെ യാത്ര അവസാനിച്ചിട്ടില്ല, മറിച്ച് അത് ശരിയായ ദിശയിലേക്ക് മാറുകയായിരുന്നു. മാളവികയുമായുള്ള വിവാഹബന്ധം മണ്ഡപത്തിൽ വെച്ച് അവസാനിപ്പിച്ചതിന് ശേഷം ഹരിയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത്. കുറച്ചു കാലം അവൻ എല്ലാത്തിൽ നിന്നും മാറി നിന്നു. ബിസിനസ് കാര്യങ്ങൾ വിനയനെ ഏൽപ്പിച്ച് അവൻ തന്റെ ഗ്രാമമായ കൊയിലാണ്ടിയിലെ പഴയ തറവാട്ടിൽ അമ്മയോടൊപ്പം സമയം ചിലവഴിച്ചു. പുഴയോരത്തെ സായാഹ്നങ്ങളും വയലിലെ ശുദ്ധവായുവും അവന്റെ മനസ്സിന്റെ മുറിവുകൾ പതുക്കെ ഉണക്കി. പണം കൊണ്ട് വാങ്ങാൻ കഴിയാത്ത ചില സമാധാനങ്ങളുണ്ട് ഹരി എന്ന് അവന്റെ അമ്മ എപ്പോഴും പറയുമായിരുന്നു. ആ വാക്കുകളുടെ അർത്ഥം ഹരി ഇപ്പോൾ പൂർണ്ണമായും തിരിച്ചറിഞ്ഞു. മാസങ്ങൾ കടന്നുപോയി. ഹരിയുടെ ജീവിതം വീണ്ടും സജീവമായി തുടങ്ങി. തന്റെ IT കമ്പനിയിൽ നിന്നുള്ള ലാഭത്തിന്റെ ഒരു വിഹിതം ഉപയോഗിച്ച് ഗ്രാമത്തിലെ സർക്കാർ വിദ്യാലയങ്ങളിൽ ആധുനികമായ കമ്പ്യൂട്ടർ ലാബുകൾ നിർമ്മിച്ചു നൽകാൻ അവൻ തീരുമാനിച്ചു. തന്റെ വളർച്ചയ്ക്ക് കാരണമായ അറിവ് നാട്ടിലെ പാവപ്പെട്ട കുട്ടികൾക്കും പ്രാപ്യമാകണം എന്നായിരുന്നു അവന്റെ ലക്ഷ്യം. അങ്ങനെയിരിക്കെയാണ് തന്റെ നാട്ടിലെ ഹൈസ്കൂളിലെ ലാബ് ഉദ്ഘാടനത്തിന് അവൻ എത്തിയത്. അവിടെ വെച്ചാണ് അവൻ ലക്ഷ്മിയെ ആദ്യമായി കാണുന്നത്. ലക്ഷ്മി ആ സ്കൂളിലെ താൽക്കാലിക കമ്പ്യൂട്ടർ അധ്യാപികയായിരുന്നു. സാധാരണ പരുത്തി സാരിയെടുത്ത് മുഖത്ത് എപ്പോഴും ഒരു പുഞ്ചിരിയുമായി കുട്ടികൾക്കിടയിൽ നിൽക്കുന്ന ലക്ഷ്മിയെ കണ്ടപ്പോൾ ഹരിക്കൊരു പ്രത്യേക ബഹുമാനം തോന്നി. ഉദ്ഘാടന ചടങ്ങിന് ശേഷം കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന ലക്ഷ്മിയുടെ ശൈലി ഹരിയെ ആകർഷിച്ചു. സങ്കീർണമായ സാങ്കേതിക വിദ്യകൾ പോലും വളരെ ലളിതമായാണ് അവൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നത്. പ്രശസ്തിയോ പണമോ മോഹിക്കാതെ തന്റെ ജോലിയിൽ ആത്മാർത്ഥത കാണിക്കുന്ന ലക്ഷ്മി ഹരി പണ്ട് കണ്ടുമുട്ടിയ നഗരത്തിലെ ആഡംബര മോഹികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. പദ്ധതിയുടെ ഭാഗമായി ഹരിക്ക് പലപ്പോഴും സ്കൂളിൽ വരേണ്ടി വന്നു. ആ ഇടവേളകളിൽ അവൻ ലക്ഷ്മിയുമായി സംസാരിച്ചു. ലക്ഷ്മി ഒരു ദരിദ്ര കുടുംബത്തിലെ അംഗമായിരുന്നു. അച്ഛൻ മരിച്ചതിന് ശേഷം തന്റെ കഷ്ടപ്പാടുകൾക്കിടയിലും പഠിച്ച് ജോലി നേടിയവളാണവൾ. ഹരിയുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ലക്ഷ്മിക്ക് അറിയാമായിരുന്നു. പക്ഷെ അവൾ ഒരിക്കലും അതിനെക്കുറിച്ച് ചോദിച്ച് ഹരിയെ വിഷമിപ്പിച്ചില്ല. പകരം ഹരിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ അവൾ അഭിനന്ദിച്ചു. നമുക്ക് കിട്ടിയത് മറ്റുള്ളവർക്ക് കൂടി നൽകുന്നതിലാണ് യഥാർത്ഥ സന്തോഷം ഹരിയേട്ടാ, ലക്ഷ്മി ഒരിക്കൽ പറഞ്ഞു. ആ വാക്കുകൾ ഹരിയുടെ മനസ്സിൽ ലക്ഷ്മിയോടുള്ള ഇഷ്ടം കൂട്ടി. വിനയൻ ഒരിക്കൽ ഹരിയോട് ചോദിച്ചു, ഹരി, ലക്ഷ്മി നല്ലൊരു പെൺകുട്ടിയാണെന്ന് എനിക്കും തോന്നുന്നു. നിന്റെ അമ്മയ്ക്കും അവളെ വലിയ ഇഷ്ടമാണ്. ഹരി ആലോചിച്ചു. പണ്ട് മാളവികയെ കണ്ടപ്പോൾ തോന്നിയ ആവേശമായിരുന്നില്ല ലക്ഷ്മിയോട് തോന്നിയത്, മറിച്ച് ആഴത്തിലുള്ള ഒരു വിശ്വാസവും ബഹുമാനവുമായിരുന്നു. ലക്ഷ്മി ഹരിയുടെ പണത്തെയോ പദവിയെയോ ഒരിക്കലും പുകഴ്ത്തിയിരുന്നില്ല. പകരം അവന്റെ മനസ്സിനെയാണ് അവൾ സ്നേഹിച്ചത്. ഒരു മഴയുള്ള വൈകുന്നേരം സ്കൂൾ വരാന്തയിൽ നിൽക്കുമ്പോൾ ഹരി ലക്ഷ്മിയോട് തന്റെ ഉള്ളിലിരുപ്പ് തുറന്നു പറഞ്ഞു. ലക്ഷ്മി, എന്റെ ഭൂതകാലം നിനക്കറിയാം. ഇനിയൊരു ചതി താങ്ങാനുള്ള ശക്തി എനിക്കില്ല. പണമോ ആഡംബരമോ എനിക്ക് വിഷയമല്ല. പക്ഷെ കൂടെ നിൽക്കുന്ന ആൾക്ക് എന്നെയും എന്റെ കുടുംബത്തെയും സ്നേഹിക്കാൻ കഴിയണം. എനിക്കൊപ്പം എന്റെ ഗ്രാമത്തിൽ ലളിതമായി ജീവിക്കാൻ നിനക്ക് കഴിയുമോ? ലക്ഷ്മി ഒന്ന് പുഞ്ചിരിച്ചു. അവളുടെ കണ്ണുകളിൽ സത്യസന്ധത തിളങ്ങുന്നുണ്ടായിരുന്നു. ഹരിയേട്ടാ, എനിക്ക് വേണ്ടത് ഒരു കൊട്ടാരമല്ല, എന്നെ ബഹുമാനിക്കുന്ന ഒരു മനുഷ്യനെയാണ്. നിങ്ങളുടെ പണമല്ല, നിങ്ങളുടെ പ്രവൃത്തികളാണ് എന്നെ നിങ്ങളിലേക്ക് അടുപ്പിച്ചത്. എനിക്ക് നിങ്ങളെയും നിങ്ങളുടെ അമ്മയെയും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. ആ മറുപടി ഹരിയുടെ എല്ലാ ആശങ്കകളും മായ്ച്ചു കളഞ്ഞു. അധികം വൈകാതെ തന്നെ ഹരിയുടെയും ലക്ഷ്മിയുടെയും വിവാഹം നടന്നു. ആഡംബര ഹോട്ടലുകളോ ആയിരക്കണക്കിന് അതിഥികളോ അവിടെ ഉണ്ടായിരുന്നില്ല.
ഗ്രാമത്തിലെ ചെറിയൊരു ക്ഷേത്രത്തിൽ വെച്ച് അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ ഹരി ലക്ഷ്മിയുടെ കഴുത്തിൽ താലി ചാർത്തി. മണ്ഡപത്തിൽ വെച്ച് തന്റെ മകനും ലക്ഷ്മിയും അനുഗ്രഹം വാങ്ങുമ്പോൾ ഹരിയുടെ അമ്മയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. ഇതാണ് എന്റെ മകന് ചേരുന്ന പെൺകുട്ടി, അവർ അഭിമാനത്തോടെ പറഞ്ഞു. വിവാഹശേഷം ലക്ഷ്മി ഹരിയുടെ തറവാട്ടിലെ വിളക്കായി മാറി. അവൾ തന്റെ അധ്യാപന ജോലി തുടർന്നു. ഹരിയുടെ കമ്പനിയിലെ മീറ്റിംഗുകളിൽ പങ്കെടുക്കാൻ അവൾ നിർബന്ധിച്ചില്ല. പകരം ഹരി വൈകുന്നേരം ജോലി കഴിഞ്ഞു വരുമ്പോൾ അവനു വേണ്ടി കാത്തിരുന്നു. അവർ രണ്ടുപേരും ചേർന്ന് നാട്ടിലെ പാവപ്പെട്ട കുട്ടികൾക്കായി ഒരു ട്രസ്റ്റ് രൂപീകരിച്ചു. മാളവിക ആഗ്രഹിച്ചതുപോലെ ഷോറൂമുകളിലോ ലക്ഷറി കാറുകളിലോ അല്ല, മറിച്ച് സാധാരണക്കാരുടെ പുഞ്ചിരിയായിരുന്നു അവരുടെ സമ്പാദ്യം. അതേസമയം മാളവികയുടെ ജീവിതം തികച്ചും വിഭിന്നമായിരുന്നു. ഹരിയുടെ പണം ലക്ഷ്യം വെച്ച് അവളോടൊപ്പം നിന്ന അർജുൻ മറ്റൊരു പണക്കാരിയായ പെൺകുട്ടിയെ കണ്ടെത്തിയതോടെ അവളെ ഉപേക്ഷിച്ചു. സോഷ്യൽ മീഡിയയിലെ പ്രശസ്തിയും ആഡംബര മോഹങ്ങളും അവളെ തനിച്ചാക്കി. ജോലി കിട്ടാതെയും സമൂഹത്തിൽ ഒറ്റപ്പെട്ടും അവൾ കഷ്ടപ്പെട്ടു. പണത്തിനു വേണ്ടി മനസാക്ഷിയെ വിറ്റവൾക്ക് കാലം നൽകിയ ശിക്ഷയായിരുന്നു അത്. ഒരിക്കൽ ഒരു ഷോപ്പിംഗ് മാളിൽ വെച്ച് അവൾ അവിചാരിതമായി ഹരിയെയും ലക്ഷ്മിയെയും കണ്ടു. അവർ രണ്ടുപേരും വളരെ ലളിതമായി ചിരിച്ചു സംസാരിച്ചു പോകുന്നത് കണ്ടപ്പോൾ മാളവികയുടെ ഉള്ളിൽ പശ്ചാത്താപം തോന്നി. താൻ വലിച്ചെറിഞ്ഞത് വെറുമൊരു മനുഷ്യനെയല്ല, ഒരു വലിയ സ്നേഹത്തെയായിരുന്നു എന്നവൾ വൈകി തിരിച്ചറിഞ്ഞു. ഹരി ഇപ്പോൾ വളരെ സന്തോഷവാനാണ്. അവന്റെ IT കമ്പനി ലോകമെമ്പാടും പടർന്നു പന്തലിച്ചു. എങ്കിലും ഓരോ ഞായറാഴ്ചയും അവൻ തന്റെ ഗ്രാമത്തിലെ മണ്ണിലിറങ്ങി പണിയെടുക്കും. ലക്ഷ്മി അവനൊരു മകനെ സമ്മാനിച്ചു. തന്റെ മകനെ വളർത്തേണ്ടത് പണത്തിന്റെ ഗർവിലല്ല, മറിച്ച് മനുഷ്യത്വത്തിന്റെ പാഠങ്ങൾ പഠിപ്പിച്ചാണെന്ന് ഹരിയും ലക്ഷ്മിയും ഉറപ്പിച്ചു. ജീവിതം ഒരു വലിയ പാഠപുസ്തകമാണ്. ചതിയുടെയും വഞ്ചനയുടെയും അധ്യായങ്ങൾ അവസാനിക്കുമ്പോൾ മാത്രമാണ് സത്യസന്ധമായ പ്രണയത്തിന്റെ പുലരികൾ ഉദിക്കുന്നത്. ഹരിയുടെ ജീവിതം അതിനൊരു സാക്ഷ്യപത്രമായി മാറി. തിരമാലകൾ തീരത്തെ തകർക്കാൻ ശ്രമിച്ചേക്കാം, പക്ഷെ ഉറപ്പുള്ള അടിത്തറയുള്ള കപ്പലുകൾ ഏത് കൊടുങ്കാറ്റിനെയും അതിജീവിച്ച് ലക്ഷ്യസ്ഥാനത്തെത്തും. ഹരിയും തന്റെ ലക്ഷ്യസ്ഥാനത്തെത്തിച്ചേർന്നു, സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ആ തീരത്ത്.